നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും UAEയുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ചൊവ്വാഴ്ച നടക്കാനിരുന്ന ആക്രമണം മാറ്റിവെച്ചതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. സ്വീകാര്യമായ കരാറിൽ എത്തിച്ചേരാനായില്ലെങ്കിൽ ഇറാനെതിരെ പൂർണ്ണ ആക്രമണം നടത്താൻ തയ്യാറാകണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ട്രംപ് വ്യക്തമാക്കി. ഒരു സമാധാന കരാറിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ഇറാനിൽ ഇനി ഒന്നും ബാക്കിയുണ്ടാകില്ലെന്ന് ട്രംപ് ഇന്നലെ ഭീഷണി മുഴക്കിയിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ് കരാറിലെ പ്രധാന നിബന്ധനയെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറയുന്നു. ഗൗരവതരമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും സഖ്യകക്ഷി രാജ്യങ്ങൾക്കടക്കം സ്വീകാര്യമായ ഒരു കരാർ ഉണ്ടാകുമെന്നും ഈ രാജ്യങ്ങൾ പറഞ്ഞതായും ട്രംപ് വ്യക്തമാക്കി. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഏതു നിമിഷവും ഇറാന് നേരെ അതിശക്തവും വിപുലവുമായ സൈനിക ആക്രമണം അഴിച്ചുവിടാൻ US സജ്ജമാണെന്ന കർശന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും കൊലപാതകത്തിന് വലിയ സാമ്പത്തിക പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന നിയമനിർമ്മാണത്തെക്കുറിച്ച് ഇറാനിയൻ നിയമനിർമ്മാതാക്കൾ ചർച്ച ചെയ്യുന്നു. ഫെബ്രുവരിയിൽ ഇറാനിൽ നടന്ന ആക്രമണങ്ങളിൽ പരമോന്നത നേതാവ് അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സംഘർഷം രൂക്ഷമാകുന്നു. ടെലഗ്രാഫ് UKയുടെ റിപ്പോർട്ട് പ്രകാരം ട്രംപിനെ കൊല്ലുന്നവർക്ക് 50 മില്യൺ യൂറോ പാരിതോഷികം പ്രഖ്യാപിക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സൈനിക സുരക്ഷാ സേനകളുടെ പരസ്പര നടപടി എന്ന തലക്കെട്ടിൽ ഒരു ബിൽ നിയമനിർമ്മാതാക്കൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇറാന്റെ ദേശീയ സുരക്ഷാ കമ്മീഷൻ ചെയർമാൻ ഇബ്രാഹിം അസീസി പറഞ്ഞു. ഫെബ്രുവരി 28-ന് ഖമേനിയെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന് ട്രംപ്, നെതന്യാഹു, US സെൻട്രൽ കമാൻഡിലെ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ എന്നിവരെയാണ് ഇറാൻ ഉത്തരവാദികളായി കണക്കാക്കുന്നതെന്നും അവർ ഏറ്റുമുട്ടലും പരസ്പര നടപടിയും നേരിടേണ്ടി വരുമെന്നും അസീസി പറഞ്ഞു. ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ സമിതിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ മഹൂദ് നബാവിയൻ ചൂതാട്ടക്കാരനായ ട്രംപിനെയും കുട്ടികളെ കൊല്ലുന്ന നെതന്യാഹുവിനെയും നരകത്തിലേക്ക് അയക്കുന്നവർക്ക് ഒരു പ്രധാന പ്രതിഫലം അനുവദിക്കുന്നതിനെക്കുറിച്ച് പാർലമെന്റ് ഉടൻ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞതായി ജൂത ക്രോണിക്കൽ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മുഹ്സിൻ നഖ്വി കഴിഞ്ഞ 3 ദിവസമായി ടെഹ്റാനിൽ തുടരുകയാണ്. പരിഷ്കരിച്ച 14-ഇന സമാധാന നിർദ്ദേശം പാകിസ്ഥാൻ വഴി ഇറാൻ അമേരിക്കയ്ക്ക് കൈമാറിയത് ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നു. പല കാര്യങ്ങളിലും ഇളവ് പോലും നൽകാത്ത US നിലപാട് അംഗീകരിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. പ്രഖ്യാപിത നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്ത് അമേരിക്കയ്ക്ക് കീഴടങ്ങുമെന്ന് കരുതേണ്ട എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങളും സന്നദ്ധരാണ്, എന്നാൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാനിയൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈമാറുക, ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതപ്പെടുത്തുക, തുടർച്ചയായ ചർച്ചകളുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ നിലനിർത്തുക എന്നിവയാണ് US വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നത്. ഉപരോധങ്ങൾ പിൻവലിക്കുക, മരവിപ്പിച്ച സ്വത്തുകൾ വിട്ടയക്കുക, മേഖലയിലുടനീളമുള്ള സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക, ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക എന്നിവയാണ് ഇറാന്റെ റിപ്പോർട്ടിലുള്ള ആവശ്യങ്ങൾ. ഗ്യാസ് സൗകര്യങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ, വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ഗുരുതരമായ യുദ്ധനാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സമ്മതിച്ചു. അതേസമയം ഉപരോധം തുടരുന്നത് യുദ്ധത്തിന്റെ തുടർച്ചയ്ക്ക് തുല്യമാകുമെന്ന് മുൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ മോഹ്സിൻ റസായി മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും അയൽ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾ, പെട്രോ കെമിക്കൽ പ്ലാന്റുകൾ, കുടിവെള്ളം നൽകുന്ന നിർണായകമായ ശുദ്ധീകരണശാലകൾ എന്നിവ തകർക്കാൻ ശേഷിയുള്ളവയാണ്. ഗൾഫ് മേഖലയിൽ വേനൽ ചൂട് കടുക്കുന്ന ഈ സമയത്ത് ഇത്തരം പ്ലാന്റുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണം വൻ ദുരന്തത്തിന് വഴിവെക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നു. നിലവിലെ സാഹചര്യങ്ങൾ ശുഭസൂചനയാണെങ്കിലും ഇത് എവിടെ എത്തി നിൽക്കുമെന്ന് കാത്തിരുന്നു കാണണമെന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. മുൻപും കരാറിനടുത്ത് എത്തിയെന്ന് കരുതിയ പല ഘട്ടങ്ങളിലും ചർച്ചകൾ പരാജയപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇത്തവണത്തെ സാഹചര്യം വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഏപ്രിലിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ ചില ഒറ്റപ്പെട്ട ഏറ്റുമുട്ടലുകൾ ഒഴിച്ചാൽ ഇരുവിഭാഗവും വലിയ തോതിൽ പാലിക്കുന്നുണ്ട്. അതേസമയം ലോകത്തെ 20% എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ ഇപ്പോൾ തുടരുകയാണ്. US ഇസ്രയേൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായി ഇറാൻ ഈ ജലപാത അടച്ചതാണ് ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായത്. ഇതിനെ പ്രതിരോധിക്കാൻ ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇപ്പോഴും ശക്തമായി തുടരുന്നു. തങ്ങളുടെ നിബന്ധനകൾക്ക് ഇറാനെ വഴയ്ക്കുകയാണ് US ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.
ഇതിനോടൊപ്പം ഇറാൻ വിഷയത്തിൽ റഷ്യയും ചൈനയും ഒന്നിക്കുമോ എന്ന സംശയവും വരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് പുടിനും ചൈനയിൽ എത്തുന്നു. ചൊവ്വാഴ്ചയാണ് പുടിൻ ചൈനീസ് തലസ്ഥാനത്ത് എത്തുന്നത്. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപ് ചൈനയിൽ എത്തിയത്. ഇറാൻ യുദ്ധമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. പുടിനും ഇക്കാര്യം തന്നെയാണ് ചർച്ച ചെയ്യുക എന്നാണ് വിവരം. ഇറാൻ വിഷയത്തിൽ പൊതു നിലപാട് സ്വീകരിക്കുന്ന കാര്യം പുടിനും ഷീ ജിൻപിങ്ങും ചർച്ച ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇരു രാജ്യങ്ങൾക്കും താൽപ്പര്യമുള്ള വിവിധ വിഷയങ്ങൾ മുന്നിൽ നിൽക്കുന്നതിനിടയിലാണ് പുടിന്റെ ചൈനീസ് സന്ദർശനം. ഇറാൻ യുദ്ധം ആഗോള എണ്ണ വിതരണത്തെ ബാധിച്ചത്, യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക വിട്ടുനിൽക്കുന്നത്, ട്രംപിന്റെ അമേരിക്കയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ആലോചനകൾ, US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടാനാകുമോ എന്ന ചർച്ചകൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ മുന്നിലുണ്ട്. സ്വന്തമായി തുടങ്ങിയ യുദ്ധങ്ങളിൽ പെട്ടുകിടക്കുന്ന അമേരിക്കയും റഷ്യയും തങ്ങളെ കാണാൻ വരുന്നു എന്നത് നേട്ടമായാണ് ചൈന കാണുന്നത്. ഉത്തരവാദിത്തമുള്ള ആഗോള നേതാവായി സ്വയം ഉയർത്തിക്കാട്ടാനുള്ള അവസരമായാണ് ചൈന ഇത് ഉപയോഗിക്കുന്നത്. 2 പതിറ്റാണ്ടിലധികം നീണ്ട ഭരണകാലയളവിൽ പുടിൻ നടത്തുന്ന 25ാമത് ചൈന സന്ദർശനമാണ് ഇത്. ഈ കാലയളവിൽ ചൈന റഷ്യ സഹകരണം ശക്തമായിട്ടുണ്ട്. ഇരുവരും 40ലധികം തവണ കണ്ടുമുട്ടിയിട്ടുമുണ്ട്. ഔദ്യോഗിക സന്ദർശനമായതിനാൽ ട്രംപിന് നൽകിയതുപോലെ ചുവപ്പ് പരവതാനി മുതൽ സൈനിക ബാൻഡ് വരെയുള്ള പ്രൗഢമായ സ്വീകരണം പുടിനും ചൈന ഒരുക്കുന്നു. ഇതിനിടെ US പ്രസിഡന്റ് ട്രംപിന്റെ 2ാം ഭരണകാലത്തെ അപ്രൂവൽ റേറ്റിംഗ് എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയതും ചർച്ചകൾ തുടരാൻ കാരണമാകുന്നു. തുടരുന്ന സംഘർഷങ്ങളും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പ ആശങ്കകളും നിർണായകമായ US ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരെ കാര്യമായി സ്വാധീനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിജയസാധ്യതകളെ ദോഷകരമായി ബാധിച്ചേക്കാമെന്നും ന്യൂയോർക്ക് ടൈംസ് സീന പോൾ സർവേ വ്യക്തമാക്കുന്നു. സർവേ പ്രകാരം ട്രംപിന്റെ ജനസമ്മതി 37% കുറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ 2ാം ഭരണകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. ഭൂരിഭാഗം വോട്ടർമാരും ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചു. 3/2 ഭാഗത്തോളം ആളുകൾ ഈ നീക്കം തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു. അമേരിക്ക ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന വോട്ടർമാരുടെ എണ്ണം ജനുവരിയിലെ 37%-ൽ നിന്ന് പുതിയ സർവേയിൽ 32% കുറഞ്ഞു. റിപ്പബ്ലിക്കൻ വോട്ടർമാർക്കിടയിലുണ്ടായ 12% ഇടിവാണ് ഇതിന് പ്രധാന കാരണം. ജീവിത ചെലവ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ 28% വോട്ടർമാർ മാത്രമാണ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത്. ഇത് ജനുവരിക്ക് ശേഷം 6% ഇടിവാണ് കാണിക്കുന്നത്. എന്നാൽ കുടിയേറ്റം ട്രംപിന്റെ ഏറ്റവും ശക്തമായ വിഷയമായി തുടരുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അപ്രൂവൽ റേറ്റിംഗ് 41%-ൽ കാര്യമായ മാറ്റമില്ലാതെ തുടരുകയാണ്. 2026 ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും നിർണായകമായിരിക്കും. കാരണം ഇതിന്റെ ഫലമായിരിക്കും അദ്ദേഹത്തിന്റെ 2ാം ഭരണകാലത്തെ നിയമനിർമ്മാണങ്ങളുടെ വിജയവും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭാവി പാതയും തീരുമാനിക്കുന്നത്. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ വളരെ ചെറിയ ഭൂരിപക്ഷവും സെനറ്റിൽ മികച്ച ഭൂരിപക്ഷവുമുള്ള റിപ്പബ്ലിക്കന്മാർക്ക് വലിയൊരു വെല്ലുവിളിയാണ് മുന്നിലുള്ളത്. കാരണം സാധാരണയായി ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷിക്ക് കോൺഗ്രസ് സീറ്റുകൾ നഷ്ടപ്പെടാറുണ്ട്. ഡെമോക്രാറ്റുകൾക്ക് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞാൽ അത് ട്രംപിന്റെ ആഭ്യന്തര നയങ്ങളെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയും കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിന് കടുത്ത പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെ കടുത്ത മേൽനോട്ടങ്ങൾക്കും കോൺഗ്രസ് അന്വേഷണങ്ങൾക്കും വിധേയമാക്കുകയും ചെയ്യും. വ്യക്തിപരമായി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടക്കാല തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ 2ാം തവണത്തെ നയങ്ങളുടെ, പ്രത്യേകിച്ച് പണപ്പെരുപ്പം, ആഗോള വ്യാപാര നികുതികൾ, കുടിയേറ്റം എന്നിവ കൈകാര്യം ചെയ്ത രീതികളുടെ വിലയിരുത്തലായി മാറും. മലയാളി വാർത്ത ഇൻസൈഡ്.